നിർദ്ദിഷ്ട തങ്കളം കാക്കനാട് നാലുവരിപ്പാത പരിഗണനയിലുള്ള മൂവാറ്റുപുഴ കാക്കനാട് നാലുവരിപ്പാതയുമായി ബന്ധിപ്പിച്ച് യാഥാർത്ഥ്യമാക്കാൻ തീരുമാനം. ഇതിനായി കോതമംഗലം മുതൽ വീട്ടൂർ വരെ പുതിയ അലൈൻമെന്റ് കണ്ടെത്തിയതായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. വീട്ടൂർ മുതലുള്ള ഭാഗം നിർദ്ദിഷ്ട മൂവാറ്റുപുഴ കാക്കനാട് നാലുവരിപ്പാതയുടെ ഭാഗമാകും. തങ്കളം കാക്കനാട് നാലുവരിപ്പാതയ്ക്കായി മുമ്പ് പരിഗണനയിലുണ്ടായിരുന്ന അലൈൻമെന്റ് പ്രകാരം നിർമ്മാണം സാധ്യമാകാതെ വന്നതോടെയാണ് പുതിയ അലൈൻമെന്റ് ആവശ്യമായി വന്നത്. കോതമംഗലത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് തങ്കളം കാക്കനാട് നാലുവരിപ്പാത. നിർമ്മാണം തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന അലൈൻമെന്റ് പ്രകാരം നിർമ്മാണം സാധ്യമാകില്ലെന്ന് വന്നതോടെ പദ്ധതി ഉപേക്ഷിക്കപ്പെടുമെന്ന ഘട്ടത്തിലാണ് പുതിയ അലൈൻമെന്റിനുള്ള സാധ്യത പരിശോധിച്ചത്. ഇതേ തുടർന്നാണ് നിർദ്ദിഷ്ട മൂവാറ്റുപുഴ കാക്കനാട് നാലുവരിപ്പാതയുമായി സംയോജിപ്പിച്ച് പദ്ധതി നടപ്പാക്കാനുള്ള ആലോചനയുണ്ടായത്. ഇതിനായി കോതമംഗലത്ത് നിന്ന് വീട്ടൂർ വരെ പുതിയ റോഡ് നിർമ്മിക്കുകയും തുടർന്ന് മൂവാറ്റുപുഴ കാക്കനാട് റോഡിന്റെ ഭാഗമാക്കുകയും ചെയ്യാനാണ് തീരുമാനം. കോതമംഗലം മുതൽ വീട്ടൂർ വരെ പുതിയ അലൈൻമെന്റ് കണ്ടെത്തിയതായും DPR തയ്യാറാക്കുന്നതിനും സ്ഥലമേറ്റെടുക്കലിന് നിർദ്ദേശം സമർപ്പിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി മുഹമ്മദ് റിയാസ് ആന്റണി ജോൺ MLAയുടെ സബ്മിഷന് മറുപടി നൽകി. മലേപ്പീടിക, മുളവൂർ, ഈസ്റ്റ് പായിപ്ര, പള്ളിച്ചിറങ്ങര, പുന്നോപ്പടി എന്നിവിടങ്ങളിലൂടെയാണ് കോതമംഗലം വീട്ടൂർ റോഡിന് അലൈൻമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. 2 നാലുവരിപ്പാതകളും സംയോജിപ്പിച്ച് നടപ്പാക്കുന്നതോടെ നിർമ്മാണച്ചെലവിലും കുറവുണ്ടാകും. എന്നാൽ കോതമംഗലം കാക്കനാട് ദൂരം മുൻ നിശ്ചയിച്ചതിനേക്കാൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. വിശദമായ DPR തയ്യാറാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. GTV ന്യൂസ്, കോതമംഗലം.